ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫ് അല്ലേ? എനിക്കും സുഖം തന്നെയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വൈറൽ ഫേസ് പാക്ക് ആണ് കേട്ടോ. പിന്നെ ഒത്തിരി ഫേസ് പാക്കുകൾ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ആ ഒരു ഫേസ് പാക്ക് വീഡിയോൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് കുറേ നാളുകൾക്ക് മുമ്പ് വൈറലായിട്ടുള്ള ഒരു ഫേസ് പാക്ക് തന്നെയായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, അപ്പോൾ എത്രത്തോളം റിസൾട്ട് കിട്ടും എന്നുള്ളത് നമുക്കൊന്ന്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഒത്തിരി ഫേസ് പാക്കുകളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു ഫേസ് പാക്കുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് കമൻസിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ ഞാൻ ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കുന്നത്, അതുപോലെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത് നോക്കാം. ഇതിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് കോഫിപ്പൊടിയാണ്. ഞാനിവിടെ ഇൻസ്റ്റൻ്റ് ബ്രൂ കോഫിപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഓക്കെ, ഇതൊരു സ്പൂണ് തന്നെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇതിലിടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത്, അവരതിൽ പറയുന്നത് ഗോതമ്പ് പൊടി എടുക്കാം, അതുപോലെ തന്നെ ഓട്സ് പൊടി എടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് എടുക്കാം. ഇതിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ കടലപ്പൊടി തന്നെയാണ് അധികവും എടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഓട്സിൻ്റെതും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു സ്പൂണ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇവ തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ലെമൺ ജ്യൂസ് ആണ്. ലെമൺ ജ്യൂസ് ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റത്തില്ല. എനിക്ക് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാനിവിടെ ലെമൺ ജ്യൂസ് എടുക്കുന്നില്ല. അതിന് പകരം അവർ പറഞ്ഞിരിക്കുന്നത് ഹണി എടുക്കാന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ ഹണിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് നല്ല പ്യുവർ ആയിട്ടുള്ള ഹണിയാണ്. ഞാൻ ഇത് ഒരു സ്പൂണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലെമൺ ജ്യൂസ് പറ്റുന്നവർക്ക് ലെമൺ ജ്യൂസ് എടുക്കാം കേട്ടോ. എനിക്കിവിടെ ലെമൺ ജ്യൂസ് പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ലെമൺ ജ്യൂസ് എടുക്കാത്തത്. ഞാനിവിടെ ഹണിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ ഹണി എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹണി ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ആവശ്യമുണ്ട്. ഓക്കെ, പാലെടുക്കാം, അല്ലെങ്കിൽ അലോവേറ ജെൽ എടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കുംബർ ജ്യൂസ് എടുക്കാം. ഞാനിവിടെ പാലാണ് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായ പാലെടുക്കാം. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവേറ ജെൽ എടുക്കാം കേട്ടോ. അലോവേറ ജെൽ ഉള്ളവർക്ക് അങ്ങനെ എടുക്കാം. ഓക്കെ, അലോവേറ ജെല്ല് മിക്സ് ചെയ്യാൻ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിവിടെ പാലുള്ളത് കൊണ്ട് പാലാണ് എടുത്തേക്കുന്നത് മിക്സ് ചെയ്യാനായിട്ട്. പിന്നെ നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക് പാല് കുഴപ്പമില്ല. ഡ്രൈ ടു വെരി ഡ്രൈ സ്കിന്നുകാർക്കും പാല് നല്ലതാണ്. അപ്പോൾ എൻ്റേത് ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഞാനിവിടെ പാല് മിക്സ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത്. ഓക്കെ, ഇനി ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് റോസ് വാട്ടർ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടും കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലായിട്ട് വരും. ഓക്കെ, ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാവേ. ഓക്കെ, കണ്ടില്ലേ, നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലായിട്ട് വരും. ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അതേ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇതിൽ ഒന്നുകൂടെ പറയാം എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്ന്. കോഫി പൗഡറും ഗോതമ്പ് പൊടിയും, പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് ഹണിയും, ഇത് മിക്സ് ചെയ്യാനായിട്ട് പാലുമാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം ഓട്സിൻ്റെ പൊടി എടുക്കാം, അതല്ലെങ്കിൽ കടലപ്പൊടി എടുക്കാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹണിക്ക് പകരം ലെമൺ ജ്യൂസ് എടുക്കാം. എനിക്ക് ലെമൺ ജ്യൂസ് പറ്റത്തില്ല, ഡ്രൈ സ്കിന്നുകാർക്ക് ലെമൺ ജ്യൂസ് പറ്റത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഹണി എടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യാനായിട്ട് ഓയിലി സ്കിന്നുകാരാണെങ്കിൽ കുക്കുംബർ ജ്യൂസ് എടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഡ്രൈ സ്കിന്നുകാരാണ്, നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക് മിൽക്ക് എടുക്കാം, അതുപോലെ തന്നെ അലോവേറ ജെൽ എടുക്കാം. അതല്ല നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ അലോവേര ആണെങ്കിൽ ആ അലോവേര, അതായത്
കറ്റാർ വാഴയുടെ ഇലയിലുള്ള ആ ഒരു പൾപ്പ് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അത് ഇതിൽ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഞാനിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫേസിൽ വെക്കാം. ഒരു 20-25 മിനിറ്റ് ഒക്കെ ഫേസിൽ വെച്ചാൽ മതി. എന്നിട്ട് ചെറിയ രീതിക്ക് ഒന്ന് ഡ്രൈ ആവുന്നുണ്ട് എന്ന് കാണുമ്പം വാഷ് ഔട്ട് ചെയ്ത് കളയാണ് വേണ്ടത്. ഓക്കെ, അപ്പം ഞാനിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാണ്. അപ്പം ഞാനിത് ഫേസ് വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, പെട്ടൊക്കെ മാറ്റി. അപ്പം ഞാനിതാ ഈ ഒരു പാക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാണ്. കമ്മൽ കൂടെ ഞാൻ ഒന്ന് ഊരുന്നുണ്ടേ. കമ്മൽ കൂടെ ആകുമ്പോൾ കമ്മൽ ഇതിനെ തട്ടും. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് നല്ല ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അച്ഛൻ്റെ ഭാഗത്തു കൂടെ ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ നെക്കിൻ്റെ ഭാഗത്തു കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് വന്നിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഫേസ് എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പാക്കും നിങ്ങൾ ഓവർ ഡ്രൈ ആവാനായിട്ട് നിൽക്കരുത്. ഓക്കെ, അതിന് മുന്നേ നമ്മൾ ഇച്ചിരി വെള്ളം നനച്ചു കൊടുത്തിട്ട് ചെറിയൊരു സ്ക്രബിങ്ങിലൂടെ വാഷ് ഔട്ട് ചെയ്ത് കളയുക കേട്ടോ. ചെറിയൊരു മസാജിലൂടെ വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇച്ചിരി ഭാഗം ഒന്ന് വൈപ്പ് ചെയ്ത് കാണിക്കാം. ആഹാ, അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓക്കെ, കണ്ടില്ലേ? അപ്പം അതേ വൈപ്പ് ചെയ്ത ഭാഗത്ത് നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞാനിതൊന്ന് മൊത്തത്തിൽ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പം അതേ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ. നല്ല കിടിലൻ റിസൾട്ട് ആണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ കാണിക്കുന്നത് ലൈവ് റിസൾട്ട് തന്നെയാണ്. നന്നായിട്ട് ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നൊന്ന് ഗ്ലോ വന്നിട്ടുണ്ട് ഫേസിന്. അതുപോലെ തന്നെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, നെക്കിൻ്റെ ഈ ഒരു ഭാഗം വരെ നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആയി വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കളറിനൊരു ഡള്ളായിട്ട് തോന്നുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ഇവിടെ വരെയാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്, ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്തത്. ഓക്കെ, അടിപൊളി പാക്കാണ് കേട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, ഒത്തിരി നേരമൊന്നും വെക്കണ്ട. ഈ ഒരു പാക്ക് റെഡി ആക്കിയിട്ട് നിങ്ങളൊരു 10 മിനിറ്റ് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്. ഓക്കെ, കൂടുതൽ നിങ്ങൾ വെക്കണ്ട. എന്നിട്ട് ചെറിയൊരു മസാജിലൂടെ വളരെ ജെന്റിലായിട്ട് സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. ഓക്കെ, അടിപൊളി റിസൾട്ട്. നാളെ കല്യാണത്തിനൊക്കെ പോകണം എന്നുള്ളവരാണെങ്കിൽ അവർക്ക് തലേന്ന് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം. അത്രയ്ക്കും നല്ല റിസൾട്ട് ആണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്കിന്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓക്കെ, കണ്ടില്ലേ? അപ്പം ഞാനിതേ അടുത്തുനിന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഫേസിന് നല്ലൊരു ഗ്ലോ ആൻഡ് മോയ്സ്ചറൈസ് ആയിട്ടുണ്ട് ഫേസ്. അതുപോലെ തന്നെ നന്നായിട്ട് ബ്രൈറ്റൺ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഈ ഒരു ഫേസ് പാക്ക് എന്നെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. അത്രയ്ക്കും നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ പുറത്തൊക്കെ പോയി വന്ന് സ്കിന്നൊക്കെ ആകെ, അതായത് ഫേസ് ഒക്കെ ആകെ ഡള്ളായിരിക്കുന്ന സമയത്ത് ഈ ഒരു പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് നല്ല ബ്രൈറ്റൻ ആൻഡ് ഗ്ലോയിങ് ആയിട്ടിരിക്കും കേട്ടോ. ഓക്കെ, ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 തവണയായിട്ട് ചെയ്യാവുന്നതാണ്. ഗേൾസിനായാലും ബോയ്സിനായാലും കുട്ടികൾക്കായാലും പ്രായമുള്ള ആളുകൾക്കായാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.